ശരിയാണെന്ന് കാരണം നാട്ടിലിറങ്ങാൻ പറ്റില്ല. ഇവർ ഈ പറയുന്നതല്ല. ആലപ്പാട്ട് സമരസമിതിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഖനന നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കിന് സർക്കാർ തയ്യാറല്ല എന്ന നിലപാട് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയാണ്. അതിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ആലപ്പാട് പ്രദേശത്ത് നടക്കുന്ന ഈ സീ വാഷിംഗ് IRE സ്ഥാപനം മൈനിങ് നടത്തുന്നതിനെതിരായിട്ടുള്ളൊരു സമരം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ടെലിവിഷൻ ചാനലുകളിലും മറ്റു വാർത്ത വന്നപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഉടനെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും ബന്ധപ്പെട്ട കമ്പനികളുടെ മാനേജ്മെൻറ്റ് വിളിച്ചുകൊണ്ടുള്ളൊരു യോഗമാണ് ഇന്നലെ നടന്നത്. ജില്ലയിലെ കലക്ടറും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ആ ചർച്ചയിലുണ്ടായിരുന്നു. അവിടെ ചർച്ച ചെയ്തതിന് ശേഷം അവിടുത്തെ ജനപ്രതിനിധികളുമായിട്ട് വീണ്ടും ഒരു യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നടത്തുകയുണ്ടായി. അവിടെ ഉയർന്നു വന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ആലപ്പാട് പ്രദേശത്തുണ്ടായിട്ടുള്ള ജനങ്ങളുടെ ഉത്കണ്ഠയും അതുപോലെ തന്നെ ആശങ്കയും പരിഹരിക്കാനുള്ള ഇടപെടൽ ഗവൺമെൻറ് നടത്തണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് തലത്തിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സമരസമിതിയുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അതനുസരിച്ച് സമരസമിതിയുടെ 7 പ്രതിനിധികൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. കരുനാഗപ്പള്ളി MLA ശ്രീ രാമചന്ദ്രൻ അദ്ദേഹവും ഉണ്ടായിരുന്നു. കലക്ടറുടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തു. ഇന്നലെ ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ അവരെ അറിയിച്ചു. അവർക്ക് പറയാനുള്ള കാര്യങ്ങളും ഗവൺമെൻറ് ഞങ്ങൾ സശ്രദ്ധം കേട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നടപടി ഈ കരിമണൽ ശേഖരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പഠനം നടത്തണം. അതിനുവേണ്ടി പ്രാഥമികമായിട്ടുള്ള പഠനം നടത്താൻ ഒരു വിദഗ്ധ സമിതിയെ അധികാരപ്പെടുത്താൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം അവർ ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയവും അതാണ്, വിദഗ്ധ സമിതി വേണം. ആ തീരുമാനം ആ ഇന്നത്തെ യോഗത്തിൻ്റെ മുമ്പാകെ റിപ്പോർട്ട് ചെയ്യും. ഈ വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് കഴിയുന്നത്ര വേഗത്തിൽ ഗവൺമെൻറ് ലഭ്യമാക്കണം. 1 മാസത്തിനുള്ളിൽ ലഭ്യമാക്കണം എന്നാണ് ഏറ്റവും കൂടിയ സമയം. ആ റിപ്പോർട്ട് ലഭ്യമാകുന്നത് വരെ ഇപ്പോൾ സമരസമിതിക്കാരും എല്ലാം ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയം സീ വാഷിംഗ്, ബീച്ച് വാഷിംഗ് ഒഴിവാക്കണം എന്നുള്ളതാണ്. അത് ഈ റിപ്പോർട്ട് വരുന്നത് വരെ സീ വാഷിംഗ് ഖനനം നടത്തി കരിമണ്ണ് പ്രോസസ് ചെയ്യുന്ന നടപടി, സീ വാഷിംഗ് സിസ്റ്റം നിർത്തിവെക്കാൻ IREയോട് പറയാൻ തീരുമാനിച്ചു. എന്നാൽ ഇൻലാൻഡ് വാഷിംഗ് ഉണ്ട്. അത് തുടരാതിരുന്നാൽ IREക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരും. അത് തുടരാം. സീ വാഷിംഗ് ആണ് ആലപ്പാട് പ്രദേശത്തെ ഇല്ലായ്മ ചെയ്യുന്നത്, കടലടിച്ചു കയറുന്നത് എന്നെല്ലാമുള്ള ആക്ഷേപങ്ങളാണ്, ആശങ്കയാണ് ഉയർത്തിയിരുന്നത്. അതുകൊണ്ട് 1 മാസം സീ വാഷിംഗ് നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആലപ്പാട് പഞ്ചായത്തിൽ 16.5 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഖനനം
പ്രദേശമുള്ളത്. ഏതാണ്ട് നീണ്ടകര മുതൽ കായംകുളം വരെ 22 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഖനനത്തിൻ്റെ പ്രദേശം, കരിമണൽ വന്ന് സംഭരിക്കുന്ന പ്രദേശം. അതിൽ 16 കിലോമീറ്റർ ആലപ്പാട് പഞ്ചായത്തിലാണ്. 16 കിലോമീറ്ററിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം കടൽ ഭിത്തിയുണ്ട് 16 കിലോമീറ്റർ നീളത്തിൽ. എന്നാൽ അവിടെ ഉന്നയിച്ചിട്ടുള്ളൊരു പ്രശ്നം, ഈ കടൽ ഭിത്തി പലപ്പോഴും തകർന്നിട്ടുണ്ട്. അതിന് വേണ്ടത്ര മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ആലപ്പാട് പഞ്ചായത്തിൻ്റെ കടൽ ഭിത്തി മോശപ്പെട്ട നിലയിലാണ്. ഇത് അടിയന്തരമായും ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടൽ കയറി കര നഷ്ടപ്പെടുന്നത് തടയാൻ IRE പുലിമൂട്ടുകൾ നിർമ്മിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം. നേരത്തെ 4 പുലിമൂട്ടുകൾ നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. കാരണം ആ പുലിമൂട്ടിൻ്റെ ഇടയിൽ നിന്നാണ് ഇത് മൈനിങ്, ഈ സീ വാഷിംഗ്. അപ്പോൾ ഇപ്പോൾ ഒരു പുലിമൂട്ട് മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. അപ്പോൾ ഖനനം നടത്തുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതനുസരിച്ചിട്ടുള്ള പുലിമൂട്ടുകൾ നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഈ ഖനന പ്രവർത്തനം കൊണ്ട് കുഴികളും മറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം വേർതിരിച്ച് ഈ കരിമണൽ എടുത്തു കഴിഞ്ഞാലുള്ള വെള്ളമണലുണ്ട്, ആ മണ്ണൽ ഉപയോഗിച്ചുകൊണ്ട് അത് ഫില്ല് ചെയ്ത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക നിലയിലേക്ക് ഭൂമിയെ രൂപപ്പെടുത്തിയെടുക്കണം. ഈ മൈനിങ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത്തരം ഒരു സംവിധാനമാണ്. നമ്മുടെ മുമ്പിൽ തന്നെയുള്ളത് പോണ്ടിച്ചേരി, ഇൽമനൈറ്റ് ബോക്സൈറ്റൊക്കെ മൈനിങ് നടത്തുന്ന സ്ഥലത്ത് അത് മൈനിങ് നടന്നു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ മണ്ണിട്ട് നികത്തി അവിടെ പച്ചക്കറി തോട്ടങ്ങൾ, പ്ലാന്റേഷൻ ഒക്കെയാണ് ഉള്ളത്. അതുപോലെ ഈ പ്രദേശം വീണ്ടും രൂപപ്പെടുത്തി ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയത്തക്ക നിലപാട് സ്വീകരിക്കണം. അതുപോലെ തന്നെ കമ്പനിയിൽ ജോലിക്കൊക്കെ ആളുകളെ എടുക്കുന്ന അവസരത്തിൽ സുതാര്യമായ നിലയിൽ ആക്ഷേപരഹിതമായിരിക്കണം എന്നും ഈ 2 പ്രധാന കമ്പനികളോടും ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ അവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം സീ വാഷിംഗ് നിർത്തണം എന്നുള്ളതാണ്. ആ സീ വാഷിംഗ് ഈ സ്പെഷ്യൽ അന്വേഷണത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കാനും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നു. അതുവരെ ആ റിപ്പോർട്ട് വരട്ടെ, ആ കാര്യങ്ങൾ അവരുടെ മുമ്പാകെ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് സമരം അവസാനിപ്പിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്ന് സമരസമിതിയോട് ഗവൺമെൻറ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആലപ്പാട് പഞ്ചായത്ത് സുരക്ഷിതമാക്കാനുള്ള എല്ലാ നടപടികളും കടൽക്ഷോഭങ്ങളിൽ നിന്നും കടൽ കയറി EP ജയരാജൻ വ്യവസായ മന്ത്രി വാർത്താ സമ്മേളനം നടത്തുകയാണ്. നേരത്തെ ആലപ്പാട്ട് സമരസമിതി നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടന്നത്. സീ വാഷിംഗ് നിർത്തിവെക്കും, സമ്പൂർണ്ണമായുള്ള ഖനനത്തിന്റെ നിർത്തിവെക്കൽ ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സീ വാഷിംഗ് നിർത്തിവെക്കും, വിദഗ്ധ സമിതിയെ വെക്കും, ആ പഠന റിപ്പോർട്ട് കിട്ടുന്നതുവരെ ഈ സീ വാഷിംഗ് എന്ന ഇതിന്റെ പ്രോസസ്സിംഗ് നിർത്തിവെക്കുകയാണ് ചെയ്യുക എന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറയുന്നു. സമരം പൂർണ്ണമായി നിർത്തിവെക്കണം എന്ന് സമരസമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി പറയുന്നു. സമരസമിതിയുടെ നിലപാട് അല്പസമയത്തിനകം അറിയാനാകും.